രുചി വരുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, അടിപൊളിയാണോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടത് ഒരു കാഷ്യൂനട്ട് തീയലായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാം, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, ഒരു ക്യാരറ്റ്, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു സവാള, 2 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി അരച്ചിടാനും വറുത്തിടാനുമുള്ള സാധനങ്ങൾ ഞാൻ പറയാം. കാഷ്യൂനട്ട് ഒരു 10-15 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കാഷ്യൂനട്ട് വറുക്കാൻ അതിൻ്റെ കൂടെ 2 ഏലക്ക, അതും ഒരു സവാളയുടെ പകുതിയും കൂടെ ഇട്ട് വറുത്തെടുക്കും നമ്മൾ. അത് കഴിഞ്ഞ് അതിൻ്റെ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഇത് ഗരം മസാല, ഇത് വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളകും, ആവശ്യത്തിന് ഉപ്പും. ഇത് കോക്കനട്ട് പൗഡർ വെള്ളത്തിൽ കലക്കി ചേർക്കാനുള്ളത്, അത് കാണിച്ചു തരാം. ഗോപി പാചകത്തിന് വന്ന് എൻ്റെ കൂടെ നിൽപ്പുണ്ട്. മക്കൾ വാ, അങ്ങോട്ട് വെളിയിൽ വിടാം. വാ, വന്നാട്ടെ, ഓടി വന്നാട്ടെ. സിറ്റ്. ഓക്കെ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് ചെറിയ എല്ലൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് ആദ്യം ക്യാരറ്റ് കട്ട് ചെയ്യാം. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങും കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ പകുതി സവാള എടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. രണ്ട് പച്ചമുളക് കീറിയിടാം. അപ്പോഴേ ഈ സവാളയും പച്ചമുളകും ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഈ ചിക്കനും കൂടെ നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിക്കുകയാണ്. കുക്കർ അടപ്പയിലോട്ട് വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും പച്ചമുളകും സവാളയും കൂടെ ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, കുറച്ച് വെള്ളം മതി. പിന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് വേവിക്കാം. കുറച്ച് ഉപ്പ് ആദ്യം ഇടാം. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാം. നമുക്കിനി അടച്ച് വെച്ച് ഒരു 2 വിസിൽ, ഓരോരുത്തരെ കുക്കറിൻ്റെ പരുവം അനുസരിച്ചാണ്. ചിലർക്ക് ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് ചിക്കൻ വേവും. ഇതിൽ ഞാൻ 2 വിസിൽ ചേർക്കുന്നു. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ച് വേവിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിയാം. വെളുത്തുള്ളി ചോപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുതിർത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് അരച്ചുകൊണ്ട് വരണം. ഇനി കുറച്ച് വെള്ളം ചൂടാക്കാം. വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് കോക്കനട്ട് പൗഡർ കലക്കാനാണ്. ഇപ്പോൾ ഒരിച്ചിരി ചായപാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിസിലടിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ വെള്ളം തിളച്ച് നല്ല ഭംഗിയായിട്ട് കാഷ്യൂനട്ട് പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ ടോബി ഇങ്ങനെ പാചകത്തിനായിട്ട് ഇരിപ്പുണ്ട്. അതാണ്ട് താഴെ കിടപ്പുണ്ട് കേട്ടോ. ശല്യമൊന്നുമില്ല, ഇങ്ങനെ അനങ്ങാതെ വന്ന് ഇവിടെ കിടക്കുക. എന്തോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൊച്ച്. ടോബി, ഇത് കോക്കനട്ട് പൗഡറാണേ. ഇത് ഞാനൊരു 2 സ്പൂൺ ഇതിനകത്തോട്ട് എടുക്കുകയാണ്. ഇതൊരു വലിയ സ്പൂണാണ്. 2 സ്പൂൺ ഇട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കാം. അത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരടുപ്പ് കത്തിക്കാം. ഒരു ചീനിച്ചട്ടി അടപ്പയിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ഏലക്ക ഇട്ടു. അതിൻ്റെ കൂടെ ഈ അരമുറി സവാളയും ഇഞ്ചിയും
ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർക്കാം. തീ നല്ലതുപോലെ കുറയ്ക്കാം. ഇതൊന്ന് പച്ചനിറം മാറുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കും. കണ്ടോ? അപ്പോൾ ഇതൊന്ന് പച്ചനിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും ഉരുളൻകിഴങ്ങും ഉള്ളിയും ക്യാരറ്റും കൂടെ തട്ടിയിടാം. ഇനി ഇതിൻ്റെ കൂടെ ഗരം മസാല പൗഡർ, എളുപ്പമാണ്, പെട്ടെന്ന് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഒരു ശകലം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഇത് കുറുകിയിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റായി കുറുകിയിരിക്കുകയാണ്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത്, ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് കുറച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. വൈറ്റ് പെപ്പറാണ് ചേർക്കേണ്ടത്. ഇത് നമ്മൾ ഇവിടെ പൊടിച്ചതായതുകൊണ്ട് ബ്ലാക്ക് പെപ്പറായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഇനിയൊന്ന് ഇത് കുറുകി വരണം. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട് ചേർക്കാം. ലാസ്റ്റിൽ ചേർക്കാം. ഇതൊന്ന് കുറുകി വരണം. നമ്മുടെ ചിക്കൻ കാഷ്യൂ നട്ട് സ്റ്റൂ ഇവിടെ ഇങ്ങനെ തിളച്ച് കുറുകി ഇങ്ങനെ ഇരിക്കുകയാണ്. ഉരുളൻകിഴങ്ങൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ്, പച്ചമുളക് എല്ലാം ഉപ്പൊക്കെ കറക്റ്റുണ്ട്. നമ്മുടെ പെപ്പർ പൗഡറിൻ്റെ രുചിയൊക്കെ ഉണ്ട്. ആ എരിവുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് കാഷ്യൂ നട്ട് അരച്ചത് ചേർക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ കിടന്ന് ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ നല്ല തിക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഫൈനലായിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ടും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് തിക്കായി. നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതെ, ചിക്കൻ സ്റ്റൂ നല്ലോണം കുറുകിയിട്ടുണ്ട്. കണ്ടോ? ഇത് പൊറോട്ട, പാലപ്പം, പത്തിരി, ദോശ, അപ്പം, ബ്രെഡിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയുമാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ പാലപ്പമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കഴിക്കുന്നു. ഞങ്ങൾ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇച്ചിരി പാലപ്പവും ആ സ്റ്റൂവും ആ കാഷ്യൂ നട്ടും ഒരു ശകലം ചിക്കനും കൂടെ എടുക്കുക. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടേ, ചൂടുമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ മൂക്കൂടെ കൊടുത്ത് കാണിച്ചു തരാം. നല്ല എരിയുണ്ട്, കുരുമുളകിൻ്റെയൊക്കെ നല്ല എരിയുണ്ട്. എൻ്റെ ക്യാമറമാനിക്ക് കൂടെ കൊടുക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ചിക്കൻ സ്റ്റൂ ഞാനിവിടെ ഉണ്ടാക്കും. പാചകമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ചിക്കൻ സ്റ്റൂ ഇവിടെ ഞാൻ ഉണ്ടാക്കും. ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പിടിയും കൂടെ കഴിച്ചോട്ടെ. നല്ല ജ്യൂസി ആയിട്ടും അതൊന്ന് കുതിർന്ന് നല്ല രുചിയുണ്ട് കഴിക്കാൻ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ പോരെ, നിങ്ങളെല്ലാവരും കാണണം, കണ്ട് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം ഇതിനകത്ത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. കണ്ടല്ലോ, കുക്കറിനകത്തോട്ട് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇത് പാടൊന്നുമല്ല. എല്ലാ സാധനങ്ങളും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. ഇത് കണ്ടു എൻ്റെ ചോബിന്. അപ്പം ഞാൻ ഒന്നിച്ചിരി കൊടുക്കണ്ടേ? അവൻ്റെ വായിൽ നിന്ന് വെള്ളം വരുക കണ്ടോ? എങ്ങനെയുണ്ടടാ? അടിപൊളിയാണോ?
അവന് രുചി വരുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, അടിപൊളിയാണോ? മതിയോ? വേണോ ഇനി? ശേഖരാടാ. ആ ഇനിയില്ല, തീർത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.